ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ PTA പ്രസിഡൻറ്റ്, എൻ്റെ ഗുരുവന്യർ, സർവീസിൽ വിരമിക്കുന്ന എൻ്റെ സഹപ്രവർത്തക ലത ടീച്ചർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ നല്ലൊരു മറുപടി പ്രസംഗം കഴിഞ്ഞ് എൻ്റെ ഒരു ബോറം പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. എന്നാലും ഇതൊരു കടമയാണല്ലോ. 30 വർഷം, ശരിക്കും 33 വർഷമുണ്ട് എനിക്ക്. 3 വർഷം ഇവിടെ പഠിച്ചിട്ടുണ്ട്. കുട്ടറൈ സാറിനെയും രാമൻ സാർ, അബ്ദുറഹീം സാറ്, ഞാനാക്കിയത്, എന്നെ ആക്കിയത് അവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, പ്രത്യേകിച്ചും നമ്മളിന്ന് ഇവിടെ പറഞ്ഞു പോയ അംപിയ ബൂക്കർ മാഷ്, ജിയോ മാഷ് തുടങ്ങിയവരൊക്കെ എന്നെ പഠിപ്പിച്ചവരാണ്. അജയൻ സാറ്, ഇവരൊക്കെ. അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. യഥാർത്ഥത്തിൽ ഞാൻ റിട്ടയർ ചെയ്യേണ്ടത് ഇവിടുന്ന് ആയിരുന്നില്ല. അത് ഈ നാടിൻ്റെ നിർഭാഗ്യമായിരിക്കും. സത്യത്തിൽ ഞാൻ റിട്ടയർ ചെയ്യേണ്ടത് ഒന്നുകിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ KCBയിൽ നിന്ന്, അല്ലെങ്കിൽ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി നിരസിച്ചിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത്. സത്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ ചേരാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് കുട്ടറൈ മാഷ മുന്നിലേക്ക് പോകാനും രാമേന്ദ്ര സാറിൻ്റെ മുന്നിലേക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ പിതാവ് പോസ്റ്റ് ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഒന്ന് വീട്ടിൽ സാമ്പത്തികമില്ല, രണ്ടാമത് മറ്റൊരാൾ മത്സരത്തിനുണ്ടായിരുന്നു, എൻ്റെ ഉമ്മയുടെ കസിൻ, അബ്ദുറഹീം മാഷക്ക് അറിയാം. അവന് ശുപാർശ ചെയ്യുന്നത് എൻ്റെ വലിയ അമ്മാവൻ, എനിക്ക് ശുപാർശ ചെയ്തത് ചെറിയ അമ്മാവൻ, എനിക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ ക്ലർക്കും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിൽ അവൻ രക്ഷപ്പെട്ടു. അവൻ സെൻട്രൽ സ്കൂളിൽ അധ്യാപകനാണ്. ഇപ്പോൾ മലപ്പുറം സെൻട്രൽ സ്കൂളിൽ പ്രിൻസിപ്പളായിക്കോണമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ അധ്യാപകനാണ്. ഞാൻ 30 വർഷം എൻ്റെ കുട്ടികൾക്കും നാട്ടുകാർക്കും ഒരു ഭാരമായിട്ട് ഇവിടെ തന്നെ തങ്ങി. അതുകൊണ്ട് തന്നെ എൻ്റെ കടപ്പാട് ആദ്യമായിട്ട് അറിയിക്കേണ്ടത് എൻ്റെ പേരൻസിനോടും ദൈവത്തോടുമാണ്. അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ല, പ്രത്യേകിച്ചും എൻ്റെ പിതാവ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ മാനേജറോടാണ്. കാരണം ഞാൻ ഇത്രയും വലിയ സ്ഥാപനത്തിൽ ഈ ഉയർന്ന പോസ്റ്റിൽ നിരസിച്ച ആളാണ്. സനോള മാഷ് റിട്ടയർ ചെയ്തപ്പം ഞാനിത് ഒഴിയാൻ വേണ്ടി പല സർക്കസും നടത്തിയിട്ടുണ്ട്. അതായത് സാദിഖലി മാഷ് കുറേ മുമ്പേ എന്നോട് പറഞ്ഞ് ഏറ്റെടുക്കണം, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എനിക്കതിൻ്റെ കഴിവില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. 4:30 ആയപ്പോൾ പല ഭാഗത്തും സമ്മർദ്ദം. വീട്ടിലേക്ക് പലരും വിളിച്ചു പറഞ്ഞു, എൻ്റെ പഴയ സഹപ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേരുടെ സമ്മർദ്ദം. അവസാനം 4:45 എനിക്ക് കൈ വരയ്ക്കാൻ തുടങ്ങി. കാരണം സനാവള മാഷും ദേവദാസ് മാഷും ഇരുന്ന പോസ്റ്റിലാണ് ഞാൻ ഇരിക്കാൻ പോണത്. എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു. എങ്കിലും മനസ്സോടെ ദേവദാസ് മാഷൊക്കെ, രാമേന്ദ്ര സാർ അതിന് പിന്നിൽ നല്ലോണം കളിച്ചിട്ടുണ്ട് എന്നെ പിടിച്ചാക്കാൻ വേണ്ടിയിട്ട്. അവസാനം ദേവദാസ് മാഷും പല സമ്മർദ്ദം വന്നപ്പോഴാണ് ഞാൻ 4:45 ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്ന് അത് ഏറ്റെടുക്കാൻ വേണ്ടി 4:30 തിരിച്ചു പോയതാ. പറ്റില്ല എന്ന് ഷാജി മാഷും ഞാനും മാനേജറെ കണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. എന്തായാലും മാനേജർ പറഞ്ഞതല്ലേ, ഇനി മാനേജറുടെ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അത് ഏറ്റെടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ സഹപ്രവർത്തകരുടെ നിർബന്ധം. അവസാനം ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇനി അടുത്ത ദിവസം തൊട്ട് സ്കൂളിലേക്കും വരണ്ടെന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്തായാലും ഏറ്റെടുത്തു. സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാനേജർ ചെയ്ത വലിയൊരു തെറ്റതായിരുന്നു. സത്യത്തിൽ എന്നെക്കാട്ടിലും അതിന് യോഗ്യത എൻ്റെ മൂസുകുട്ടി മാഷായിരുന്നു. ശരിക്കും മാനേജർക്ക് നന്ദി പറയും. മൂസുകുട്ടി മാഷ് അദ്ദേഹമാണ് യോഗ്യത. എന്നെക്കാട്ട് സീനിയർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വന്നു. ഞാൻ ടെസ്റ്റ് ക്വാളിഫൈഡാണ്, എക്സിക്യൂട്ടീവിന് എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെയാണ് വെച്ചിരുന്നത്. കാരണം അത് വെച്ചാൽ ഞാനിവിടെ അപ്പോയിൻ്റ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ് പ്രിൻസിപ്പൽ പോസ്റ്റ്. ആ കസേര ഇപ്പോഴും എനിക്ക് പേടിയാണ്, ഇരിക്കാൻ മടിയാണ്, ഇരിക്കാറുമില്ല. അപൂർവമായിട്ടേ ഇരിക്കാറുള്ളൂ. ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. സത്യത്തിൽ ഈ വർഷമൊക്കെ നമുക്ക് ഒരു ഗസ്റ്റ് അധ്യാപനം വെക്കാമായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഗസ്റ്റ് അധ്യാപനം വെച്ചപ്പോൾ ഞാൻ എതിർത്തിരുന്നതാണ്. പിന്നെ ഷാജി മാഷൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടുന്ന കാര്യം വിചാരിച്ചും വെച്ചു. ഈ വർഷം ആ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കണ്ട, ഞാൻ തന്നെ ഇട്ടെടുത്തോളാം. കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് നല്ല ക്ലാസ് ആയിട്ടല്ല, കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ നിഷ്കളങ്കമായ മുഖം കാണാൻ വേണ്ടി മാത്രമാണ് അത് ഏറ്റെടുത്തത്. ക്ലാസ് നന്നായിട്ടല്ല, കുട്ടികൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും.
തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അഡ്മിഷൻ സമയത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ചിലപ്പോഴൊക്കെ വളരെ റഫായിട്ടാണ് അഡ്മിഷൻ സമയത്ത് കുട്ടികളോട് പെരുമാറൽ. അഡ്മിഷൻ കഴിഞ്ഞാലും കുട്ടികളുമായിട്ട് വളരെ റഫായിട്ടാണ് പെരുമാറുക. പക്ഷേ സെക്കൻഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ നയം മാറ്റും. ക്രമേണ അവരുമായിട്ട് ഫ്രണ്ട്സാവും, കമ്പനിയാവും, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും. കുട്ടികൾ വളരെ അടുത്ത് പെരുമാറാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ യാത്രയപ്പോൾ ഞാൻ ലത ടീച്ചറും പറഞ്ഞിരുന്നു വേണ്ടെന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ക്ലാസ് റൂമിൽ വെച്ചാക്കാം. അതുകൊണ്ട് ഈ രാജശ്രീമയോട് സുന്ദരായ സാർ പി ടി എൽ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് പറയും, എന്താ നിങ്ങൾ പി ടി എക്സിക്യൂട്ടീവ് വിളിക്കാതെ. ഞാൻ വിളിക്കാതിരുന്നത് കരുതി കൂട്ടിയായിരുന്നു. കാരണം ഈ ഒരു യാത്രയപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് രണ്ടാക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടേ അവസാനമായാൽ കുട്ടികളെ കിട്ടില്ല, ഗസ്റ്റിനും കിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത ദിവസം എക്സിക്യൂട്ടീവ് വിളിച്ചത്. എന്തായാലും വിളിക്കണമല്ലോ. പിന്നെ സുനിൽ മാഷ് അവിടെ നിന്ന് ഇങ്ങനെ നിർബന്ധിക്കുക, അങ്ങനെ വിളിച്ചതാണ്. സത്യത്തിൽ ഇങ്ങനൊരു വലിയൊരു ചടങ്ങൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും ഇത്രയും വലിയൊരു ചടങ്ങ് നടത്തിയ പി ടി എ ഭാരവാഹികളെ, പ്രത്യേകിച്ചും പി ടി എ പ്രസിഡന്റിനെയും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ മാനേജറെ നന്ദി പറയുന്നു. അതേപോലെ എന്നെ ആക്കിയ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ ഗുരുനാഥന്മാരായ കുട്ടരായി മാഷ്, അബ്ദുറഹീം മാഷ്, രാമേന്ദ്രൻ സാറ്, ഇവരെവിടൊക്കെ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ച സനാവുള്ള മാഷ്, രാമേന്ദ്രൻ സാറ്, ദേവദാസ് മാഷ്, ഇവരോടും നന്ദി അറിയിക്കുന്നു. അതേപോലെ എൻ്റെ സഹപ്രവർത്തകർ, നിങ്ങൾക്കറിയാം ഒരു ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുരിശുമലയാണ് സത്യത്തിൽ. അതെനിക്കറിയാം. കാരണം ഇവിടെ ക്ലർക്കില്ല, പ്യൂണുമില്ല. എൻ്റെ കൂടെ ഇക്കൊല്ലം റിട്ടയർ ചെയ്യുന്ന 2 പേര് VRS അടിച്ചിട്ടുണ്ട്. അതായത് മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ കുറേ പേര് ഓരോ ദിവസവും റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വോളണ്ടറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു കുരിശാണ് ഈ സാധനം. പ്രത്യേകിച്ചും ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ഭാരങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും. എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയാൽ ഭയങ്കര ഫൈനാണ്. 3000, 8000. കഴിഞ്ഞ ദിവസം എടക്കര ഗവൺമെൻറ് സ്കൂളിൽ 15 വർഷമായ ഒരു സാറുണ്ട്. അദ്ദേഹം സങ്കടപ്പെട്ട പറയുന്നത് എത്ര പ്രാവശ്യമാണ് അദ്ദേഹം ഫൈൻ അടച്ചാൽ. ചെറിയ കാര്യത്തിന് വേണ്ടി ഫൈൻ അടയ്ക്കാൻ നിർബന്ധിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിനും ഫൈൻ അടക്കണം നമ്മൾ. ഒറ്റ അനുഭവം എനിക്കറിയാം. 2 വർഷം മുമ്പ് ഒരു കുട്ടി, ഞാൻ ഫൈൻ അടച്ചില്ല, രക്ഷപ്പെട്ടതാണ്. എന്നെ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു കുട്ടി +2 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് കെമിസ്ട്രിക്ക് റീവാലുവേഷൻ അപേക്ഷ വന്നു. നമ്മൾ അതേമാതിരി അപ്ലോഡ് ചെയ്തു. ഹോൾ ടിക്കറ്റ് കുട്ടി പറഞ്ഞു, എനിക്ക് സാറേ കെമിസ്ട്രി അല്ല വേണ്ടത്, മാത്സാണ്. കെമിസ്ട്രി എനിക്ക് A+ ഉണ്ട്, മാത്സാണ് വേണ്ടത്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഒരു മെയിൽ ഷാജിമാഷ് സഹായത്തോടെ അയച്ചു കൊടുത്തു. പുതിയ ഹോൾ ടിക്കറ്റ് തന്നു. അന്ന് വൈകുന്നേരം മെയിലുണ്ട്, നാളെ 11 മണിക്ക് തിരുവനന്തപുരത്ത് എത്തി എക്സ്പ്ലനേഷൻ തരണം, ഞങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിൽ എല്ലാ നഷ്ടപരിഹാരവും നിങ്ങൾ ഈടാക്കുന്നുണ്ട്. പോയി ഞാൻ ഷാജിമാഷും പോയി. എനിക്ക് തിരുവനന്തപുരത്ത് പരിചയമല്ല. ഷാജിമാഷയും കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എക്സ്പ്ലനേഷൻ കൊടുത്തു. എന്നോട് ഞങ്ങളെ സംഘടനാ നേതാക്കന്മാർ ഒരു പത്രസമ്മേളനം വിളിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പത്രസമ്മേളനമൊക്കെ വിളിച്ചാൽ അത് മന്ത്രിക്കും ഗവൺമെൻറ്റും എതിരാവും എന്നുള്ളത് കൊണ്ട് പാരൻസ് റെഡിയായിരുന്നു. അവരെല്ലാം പൈസയും തരാം, പക്ഷേ ഞങ്ങളത് വാങ്ങിയില്ല. ഇങ്ങനെ 1-2 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകേണ്ട അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ജോലി അത്ര നല്ലൊരു അനുഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി സനാവള മാഷ്ക്ക് ഇങ്ങനെ അവർക്കൊന്നും അനുഭവം ഉണ്ടാവില്ല, പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. വളരെ പ്രയാസമാണ്. മാത്രമല്ല ഒന്നും കൃത്യസമയത്ത് നടക്കില്ല. ഇപ്പം ഞാൻ 4 വർഷം പ്രിൻസിപ്പളായി. എൻ്റെ പ്രിൻസിപ്പൽ സാലറി ഇപ്പോഴാണ് വന്നത്. ഇപ്പം ഈ നിമിഷം ഇരിക്കുമ്പോഴാണ് വന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. 4 വർഷമായി. അപ്പോൾ ഒന്നും സമയത്തിന് നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിഷ്മെൻ്റാണ്. അത് കുട്ടികൾക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. എന്തിനും ഫൈനാണ്. 3000, 5000, 8000 ഒക്കെയാണ് ഫൈൻ ഈടാക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ഈ മാനസികാഘാതത്തിൽ ഒരുപാട് പേര്, ഇപ്പോൾ അടുത്ത വർഷം എനിക്ക് 2-3 പേര് ഇപ്പം എന്നോട് പറഞ്ഞു VRS അടിക്കണം, കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും കാലം സുഖമായിട്ട് ജീവിക്കില്ലെന്ന് അവർ പറഞ്ഞത്. അത്രയും നമുക്ക് ആ പ്രശ്നമല്ല, അത്രയും പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂളില്ല. നമ്മുടെ സ്കൂളിലെ ഒരു ഗുണം, ഏറ്റവും നല്ല കുട്ടികൾ, ഏറ്റവും നല്ല ടീച്ചേഴ്സ്, ഏറ്റവും നല്ല സഹപ്രവർത്തകർ, ഏറ്റവും നല്ല രക്ഷിതാക്കൾ. ഇതൊരു മറ്റൊരു സ്കൂളുണ്ടാവില്ല. കാരണം 4 വർഷമായി ഞാൻ പ്രിൻസിപ്പളായിട്ട് ഇന്നേ വരെ ഒരു കുട്ടിയെ ഡിസിപ്ലിൻ്റെ പേരിൽ ഒരു രക്ഷിതാവിനെയും ഞാൻ വിളിച്ചു വരുത്തിയിട്ടില്ല. എനിക്കൊരു സാഹചര്യം കുട്ടികൾ തന്നിട്ടില്ല. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. എന്നാൽ മറ്റു സ്കൂളിലെ സ്ഥിതി അതല്ല. മറ്റു സ്കൂളിൽ മയക്കുമരുന്ന്, അതുപോലുള്ള എന്നും സംഘർഷമാണ്. ഈ കീഴ്ശ്ശേരി സബ് ജില്ലയിൽ സംഘർഷമില്ലാത്ത ഏക സ്കൂൾ നമ്മുടേത് മാത്രമാണ്. മറ്റെല്ലാ സ്കൂളിലും ഓരോ പ്രിൻസിപ്പൾമാർ വന്നിട്ട് ഇന്നലെ അടി, മിഞ്ഞാന്നടി, പോലീസ് സ്റ്റേഷനിൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, എന്നും പ്രശ്നങ്ങളാണ്. മയക്കുമരുന്ന് പറയണ്ട. അതപ്പുറം ഒരു മുസോട്ടി മാഷിനോട് പറയുകയാണ്, ഒരു സ്കൂൾ, ഈ സബ് ജില്ലയിൽ സ്കൂളിലെ രക്ഷിതാവ് പറഞ്ഞത്, എൻ്റെ കുട്ടിയൊന്നും മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു.
അപ്പോൾ അത്രയും കുട്ടികളിൽ നിന്ന് ആ പ്രായത്തിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ കുട്ടികൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവർ വരുമ്പം ചില കുട്ടികൾക്കെങ്കിലും വേണ്ടാത്ര ഉണ്ടെങ്കിലും പോലും തിരിച്ചു പോകുമ്പോൾ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഈ സ്കൂളിൽ തിരിച്ചു വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അധ്യാപകരാണ്. നല്ലൊരു സഹപ്രവർത്തകർ നമ്മുടെ സ്കൂളിൽ. ഇത്രയും ഡെഡിക്കേറ്റഡ് ഒരു അധ്യാപകർ ഒരിക്കലും ഒരു സ്കൂളും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് ഇൻ്റർവ്യൂ നടത്തിയിട്ടൊന്നല്ലല്ലോ എടുക്കുന്നത് കാര്യമായിട്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്കറിയില്ല, കുഞ്ഞാപ്പോജി എന്തൊക്കെയോ ഭാഗ്യം, മാനേജർ എന്തൊക്കെയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല അധ്യാപകർ നമ്മുടെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഉണ്ടാവാനുള്ള ഒരു കാരണം. സാധാരണ എല്ലാ സ്കൂളിലൊക്കെ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അധ്യാപകരെ പോസ്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ തിരിച്ചാണ്. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കാതെ മാനേജറുടെ ഭാഗ്യത്തിന് എല്ലാ അധ്യാപകരും നല്ല ഡെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആ കസേരയിൽ ഇരുന്നത്. ഞാൻ ആ കസേര അല്ലെങ്കിൽ ഇരിക്കില്ല, ഉറപ്പാണ്. ഇവരുടെ പിന്തുണ പ്രത്യേകിച്ച് ഷാജി മാഷൊക്കെ ഏത് സമയത്തും, ഇനിയിപ്പോൾ അതിനാൻ രാഷ്ട്രീയക്കാരനാണ്, ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ ഏത് സമയത്തും ഞാൻ വിളിക്കുകയാണ്, ഞായറാഴ്ച വിളിക്കുകയാണ്, രാത്രി അവൻ്റെ ഓടിയെത്തിയിരിക്കും. അവൻ്റെ ജോലി കഴിഞ്ഞിട്ടേ അവൻ രാഷ്ട്രീയത്തിന് പോകുള്ളൂ. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് രാഷ്ട്രീയത്തിൽ പോകണം, പക്ഷെ നമ്മളെ ജോലി ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളതിന് പോകാൻ പാടുള്ളൂ. അതാണ് ഈ എൻ്റെ എന്തെങ്കിലും എനിക്കൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. എനിക്കൊന്നുമില്ല. ഞാനവിടെ നിന്ന് കൊടുത്തപ്പോൾ ഒരു കലാമേള നടത്തി, സബ് ജില്ലാ കലാമേള. ഞാനിവിടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഇടപെടാറുണ്ട്. എനിക്കറിയാം എവിടെ പ്രശ്നം വരിക. ഒന്ന് ഡിസിപ്ലിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ബാക്കിലേ ഇരിക്കുള്ളൂ. ഇവിടെ ഒന്നും ഇരിക്കില്ല, ബാക്കിലുണ്ടാവും. കാരണം അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. അതുകൊണ്ട് ഒരു സബ് ജില്ലാ കലോത്സവത്തില്ലാത്ത രൂപത്തിൽ ഒരു ഡിസിപ്ലിൻ്റെ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഭംഗിയായിട്ട് ഒരു കലാമേളയ്ക്ക് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണക്കാർ രാമേന്ദ്രനാഥ് സനവള്ള മാഷ് ഇവരൊക്കെയാണ്. പഴയ ആളുകളാണ്, പഴയ അധ്യാപകരാണ്. അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ അത് നടക്കില്ല. കാരണം ഞാൻ ഒരിക്കലും മൂസക്കുട്ടി മാഷെ ഏൽപ്പിച്ചു, രാമേന്ദ്ര മാഷെ ഏൽപ്പിച്ചു എന്നല്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രോഗ്രാം കമ്മിറ്റി തിരിഞ്ഞു പോയിട്ടില്ല. ഭക്ഷണ കമ്മിറ്റി സനവള്ള മാഷെ ഏൽപ്പിച്ചു, അനിരുദ്ധ മാഷ് അവരെ ഏറ്റു. അനിരുദ്ധ മാഷ് ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു, പിന്നെ പോയിട്ടില്ല. അവർ നമ്മളെ സഹപ്രവർത്തകർ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ആ മേള ഇത്രയും വിജയിക്കാനുള്ളൊരു കാരണം. സാധാരണ കീഴ്ശേരി സബ് ജില്ലയിൽ മറ്റ് സബ് ജില്ലയിൽ കലാമേള സംഘടനാടിസ്ഥാനത്തിൽ നടത്തുമെങ്കിൽ ഞാൻ ഏക കണ്ടീഷൻ എയുടെ മുമ്പിൽ വെച്ചത്, പൂക്കളത്തൂർ സ്കൂൾ കലാമേള അനുവദിക്കണമെങ്കിൽ ഏറ്റെടുക്കണമെങ്കിൽ സംഘടന പാടില്ല, ഞങ്ങൾ നാട്ടുകാരുടെ കലാമേളയായിട്ട് ഇത് നടത്തും, മുഴുവൻ അധ്യാപകരുടെയും സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകരുടെയും പിന്തുണയോടുകൂടി കലാമേള നടത്തും എന്ന് പറഞ്ഞപ്പോൾ എയൊക്കെ ആദ്യം വിശ്വാസമില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഞങ്ങളെ നിർബന്ധത്തിന് വഴങ്ങി സംഘടനക്കാരെയൊക്കെ സമ്മതിപ്പിച്ച് നമ്മുടെ സ്കൂളിലെ ഒത്തൊരുമ PTA-യുടെയും പ്രത്യേകിച്ചും PTA പ്രസിഡൻ്റൊക്കെ ഇവിടെ തന്നെ കിടന്നുറങ്ങലായി. PTA ഭാരവാഹികളൊന്നും പോകില്ല, രാജശ്രീ മേഡം ഇവരൊക്കെ ഇവിടെ തന്നെ നിൽക്കലായിരുന്നു. അവരൊക്കെ പിന്തുണയോട് പഴയ അധ്യാപകരുടെ നമ്മുടെ കുട്ടികളെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രയും നമ്മളെ കുട്ടികൾ അധ്വാനിച്ചിട്ട് ആ കലാമേള വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണ കമ്മിറ്റിയിലൊക്കെ അവർ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ 4 ദിവസം അവർ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, നമ്മളെ കുട്ടികൾ കഷ്ടപ്പെട്ടതാണ് ആ മേള അത്രയും വിജയിച്ചത്. അവരെല്ലാ കമ്മിറ്റിക്കാരും ഒന്നിനൊന്നായി പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പരാതിയുമില്ലാതെ അത്രയും ഭംഗിയായിട്ട് ആ മേള നടത്താൻ സാധിച്ചത്. അതേപോലെ ഏകദേശം 13 ലക്ഷം രൂപ ചിലവാണ് ആ മേളയ്ക്ക്. നമ്മുടെ PTA മുൻ പ്രസിഡന്റ്, നമ്മളെ PTA പ്രസിഡന്റ്, നമ്മളെ അധ്യാപകൻ നാസർ മാഷ്, ഫൈനാൻസ് കമ്മിറ്റിയൊക്കെ എന്നും രാവിലെ നമ്മൾ പോയപ്പോൾ എല്ലാവരും കാശ് വന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസമില്ലാതെ മേള നടത്താൻ സാധിച്ചു. ഇതും നമ്മുടെ ഐക്യത്തിൻ്റെ, നമ്മുടെ ശക്തിയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, രക്ഷിതാക്കളുടെ പിൻബലം കൊണ്ടാണ്. ഇത് നമ്മുടെ സ്കൂളിൻ്റെ സപ്പോർട്ടാണ് തെളിയിക്കുന്നത്. നമ്മൾ എന്ത് നടത്താനും വിജയിക്കും. ഏത് സ്റ്റേറ്റ് കലാമേള നമുക്ക് ഏറ്റെടുക്കാം. കാരണം നമുക്ക് രക്ഷിതാക്കളുടെ പിന്തുണയുണ്ട്, നാട്ടുകാരുടെ പിന്തുണയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് പഞ്ചായത്ത് അംഗങ്ങൾ, പ്രത്യേകിച്ച് നുഷീന മോളൊക്കെ ഇവിടെ എന്ത് ആവശ്യത്തിനും ഇവിടെ വരും, എപ്പോഴും ഇവിടെ ഉണ്ടാവും, എന്ത് സഹായത്തിനും വിളിക്കും. പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടാറുണ്ട് അവരോടൊക്കെ. ചെറിയ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. അവരാണ് എനിക്ക് ദേഷ്യപ്പെടും, അവർക്ക് ദേഷ്യം ഇങ്ങോട്ടില്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ പൈപ്പിൽ വെള്ളമല്ല, അല്ലെങ്കിൽ അവിടെ കീറി ഇവിടെ കീറി, എന്താ റോഡൊക്കെ വൃത്തികേടാക്കി എന്നൊക്കെ പറയും. അവരെ കുട്ടികളിനോട് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഞാൻ പറയുമ്പോൾ അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്നാലും ഞാൻ പറയും. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അവർ കൊണ്ടുപോയില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറോട്, വൈസ് പ്രസിഡന്റ് പറഞ്ഞു അത് കൊണ്ടുപോയിരിക്കണം, നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. ഇവിടെ നാളെ MP ഒക്കെ വരുമ്പോൾ കാണാൻ പാടില്ല, അതുകൊണ്ട് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ നിർബന്ധത്തിനാണ് വൈകുന്നേരം 5:30-ക്ക് ശേഷമാണ് അവർ ഒന്ന് കൊണ്ടുപോയത്. ഇങ്ങനെയുള്ളൊരു പഞ്ചായത്ത് ബോർഡ് നമുക്കുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോൾ വിളിച്ചാലും കിട്ടും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എപ്പോൾ വിളിച്ചാലും കിട്ടും. നല്ലൊരു പഞ്ചായത്ത് ബോർഡുണ്ട്. അതാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വിജയം. അതേപോലെ നല്ലൊരു PTA, ഇത്രയും നല്ലൊരു PTA ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ 4 വർഷവും 3 PTA പ്രസിഡന്റുമാരാണ്. എന്തൊരു സഹകരണം അവരെ കൊണ്ട് അറിയോ. എനിക്ക് അബു സാഹിബ് വന്നത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ രാഷ്ട്രീയക്കാരാണല്ലോ, ഇവർ നമ്മളെ ഭരിക്കാൻ വരും.
ഒരിക്കലും വന്നിട്ടില്ല. നമ്മൾ പറയുന്നത് പോലെ അവർ ചെയ്യും. എല്ലാ പിന്തുണയും ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അതുപോലെ എനിക്ക് ഡിസിപ്ലിൻ വേണ്ടി ഒരിക്കലും PTA ഭാരവാഹികളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല. അത്ര സാഹചര്യം വന്നിട്ടേ ഇല്ല. ഒന്നോ നല്ല കുട്ടികളാണ്. PTA പ്രസിഡന്റ് ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഒരു PTA പ്രസിഡന്റും ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഒരു ഡിസിപ്ലിന് വേണ്ടി ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണം നമ്മളെ ശക്തമായ PTA മാനേജ്മെൻറ്റ്, നമ്മുടെ കുട്ടികൾ, നല്ല കുട്ടികൾ, ഇത്രയും നല്ല കുട്ടികളെ കിട്ടുക എന്നാൽ അതൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണണം. അത് ഒരിക്കലും ഇല്ലാത്ത ഒന്നാണ്. അതേപോലെ നമ്മുടെ എപ്പോൾ വിളിച്ചാൽ നമ്മളെ MLA, ഞാനിപ്പോൾ ഉദാഹരണം ലാസ്റ്റിൽ MLA ചെറിയ കാര്യത്തിന് ഞാൻ വിളിച്ചു. അതായത് നമ്മുടെ സ്കൂളിൽ കലാമേളയ്ക്ക് 2 ലക്ഷം ഉണ്ട് കലാമേള നടത്താൻ. ഇതുവരെ കിട്ടിയിട്ടില്ല, കാശാക്കില്ല, എന്തോ ട്രഷറിയിൽ പ്രശ്നമാണ്. ഞാൻ MLA വിളിച്ചു. MLA ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ MLA നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചു. അത് പരിഹാരം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ശരീര ആശ്വാസമല്ല, എന്തായി എന്നുള്ള അറിയാൻ പറ്റിയല്ലോ. എന്തായാലും അത് കിട്ടും എന്നുള്ള വിശ്വാസം. അത് നമുക്ക് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ എൻ്റെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2020 മുതൽ 4 വർഷമായി 2 വർഷം നമുക്ക് 100%, 3 വർഷം 100%, 20, 21, കഴിഞ്ഞ വർഷം മാത്രം 2 കുട്ടികൾ നമുക്ക് തോറ്റുപോയി. അതവർ ക്ലാസ്സിന് വരാത്തത് കൊണ്ടാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതിന് ഒന്നൊക്കെ നമുക്ക് ജയിപ്പിക്കായിരുന്നു. ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 100%. 1-2 കുട്ടികളൊക്കെ ഉണ്ട്, സുഖമില്ലാത്ത കുട്ടികളുണ്ട്. അവരും കൂടി ജയിക്കുകയാണെങ്കിൽ 100% ആവർത്തിച്ചുകൊണ്ട് ഈ വർഷം സനവള മോശ പോലെ എനിക്കും ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നിങ്ങൾ നൽകിയ ഈ വലിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ സഹപ്രവർത്തകർ, PTA മാനേജ്മെൻറ്റ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്നും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എനിക്ക് റിട്ടയർ ചെയ്യുന്നതിന് യാതൊരു വിഷമവും ഇല്ല. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, എൻ്റെ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരി എനിക്കിനി കാണാൻ പറ്റില്ല എന്നുള്ള, വേറൊന്നുമില്ല. കാരണം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മേഖല കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് സമയം കളയാൻ ഒരു പ്രശ്നമില്ല. അതിനുള്ള വഴികൾ ഞാൻ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ജോലിക്ക് ഇനി പോകാനാവില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചത് നടക്കാറില്ല. ഒന്നാമത്തേത് ഈ സ്കൂളിൽ ചേരണ്ട എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചതാണ്. രണ്ടാമത്തേത് പ്രിൻസിപ്പൾ ആവണ്ട എന്നുള്ളത് ആഗ്രഹിച്ചതാണ്. ആവരുത്, നല്ല രൂപത്തിൽ റിട്ടയർ ചെയ്യാൻ വിചാരിച്ചതാണ് സ്വസ്ഥമായിട്ട്. പക്ഷെ അതും നടന്നിട്ടില്ല. എങ്കിൽ പോലും നടക്കണമെന്ന എൻ്റെ പ്രാർത്ഥന. എൻ്റെ കൂട്ടുകാരൻ നാട്ടിൽ കാത്തിക്കുണ്ട്. ഞാൻ റിട്ടയർ ചെയ്താൽ എന്നും അവരൊന്ന് പറയും, നിങ്ങൾ റിട്ടയർ ചെയ്തിട്ട് വേറെ ജോലിക്ക് പോകാൻ പാടില്ല, നിങ്ങൾ നാട്ടിൽ തന്നെ വേണം. ഞങ്ങളൊരു 10-72 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് പാലിയേറ്റീവിന് പുറമെ. അവിടെ ഞങ്ങൾ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ അടുത്ത ജൂണിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 കോടിയുടെ ബജറ്റാണ്. എൻ്റെ ആഗ്രഹം ശിഷ്ടജീവിതം അവിടെയും പാലിയേറ്റീവിലും ചെലവഴിക്കണമെന്നാണ്. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്കതിനുള്ള ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുവരെയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരുവിധ അസുഖവും ഇപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. സാധാരണ ഈ പ്രായത്തിലൊക്കെ പലർക്കും BSc ഡിഗ്രി കിട്ടാറുണ്ട്. ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ കിട്ടാറുണ്ട്. എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടോ അറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യലൊക്കെ ഉണ്ട്. പ്രായമാകുമ്പോൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടോ അറിയില്ല. ഒന്നാമത് ഈ പാലിയേറ്റീവിലൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയാണ്. പല രോഗികളെയും കാണുമ്പം നമുക്കുണ്ടോ എന്നൊക്കെ തോന്നും. എവിടെയെങ്കിലും ചെറിയ തലവേദന എന്നാൽ നമുക്ക് ട്യൂമർ ഉണ്ട് തോന്നും, ക്യാൻസർ ഉണ്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്, ആരും അറിയാതെ. പക്ഷേ ഇപ്പോൾ ഇതുവരെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയുള്ള കാലം നിങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കണം. പിന്നെ എനിക്ക് ഏത് ജോലി ചെയ്യാനും മടിയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ നമ്മളെ AEയുടെ ജ്യേഷ്ഠനും കൂടി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാൻ വീടിന് സിമെൻറ്റ് എടുത്തെടുക്കാൻ പോകാറുണ്ട്, വീട് പണിക്ക്. എനിക്കതിനും മടിയില്ല. ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പൂക്കുളത്തൂർ ഇപ്പോൾ 3 വീട് നമ്മൾ എടുത്തെടുത്തു. അതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരാൾക്ക് വീടില്ലാത്ത ഇപ്പോൾ പൂക്കുളത്തൂർ നമ്മളെ മാനേജർ ഞങ്ങൾക്കൊരു 10 സെൻറ്റ് സ്ഥലം തന്നു. ഞങ്ങൾ അപേക്ഷിച്ചു. അങ്ങനെ 10 സെൻറ്റ് സൗജന്യം, ഏറ്റവും നല്ല സ്ഥലം. മാനേജർ എത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കിട്ടില്ല. അത്രയും നല്ല സ്ഥലമാണ് നമുക്ക് തന്നത്. 5 കുട്ടികളുടെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെച്ചെടുക്കാൻ വേണ്ടി. ആ വീട് പണിക്ക് ഞാനൊക്കെ പോയി. ഞാനവിടെ തറ കയറുമ്പോൾ മാനേജർ വന്നവിടെ. മാനേജർ അത്ഭുതപ്പെട്ട് കാണും. ഞാൻ ഈ പ്രിൻസിപ്പൾ, ഞാനവിടെ തറ കയറുകയാണ്. അതുപോലെ അതിൻ്റെ സിമെൻറ്റ് പണിക്ക് പോയിട്ട് അപ്പോഴെനിക്ക് ഏറ്റവും സങ്കടകരമായൊരവസ്ഥ ഉണ്ടായത്.
തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു അമ്മ വന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, മാഷെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കത്ത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടായിരിക്കും ഞങ്ങളെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുക വെച്ചു. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. ഞാൻ അപ്പം തന്നെ ആ വീട്ടിൽ പോയി കണ്ടപ്പം എനിക്കിവിടെ പുൽപ്പറ്റ പഞ്ചായത്തിൽ അത്ര ഒരു വീടില്ലാന്ന് എനിക്ക് തോന്നി. 10 വർഷമായിട്ട് പ്ലാസ്റ്റിക് ഷെഡിലാണ് അവർ താമസിക്കുന്നത്. 4 ഭാഗം പ്ലാസ്റ്റിക് ഷെഡ്. ഉടനെ തന്നെ ഞാൻ നമ്മൾ സ്കൂൾ അറിയിച്ചിരുന്നു. സ്കൂളിൽ എന്താ അറിയില്ല, അന്ന് അവസാനമായപ്പോൾ എന്താ അറിയില്ല, സാമ്പത്തികമായിട്ട് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ നാട്ടിലെ ട്രസ്റ്റിന് സമീപിച്ചു. ആ ട്രസ്റ്റുകാർ അത് ഫോട്ടോ എടുത്തു, അവരെ കൊണ്ട് വീടിൻ്റെ ഫോട്ടോ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എല്ലാ പണിയും കഴിച്ചു കൊടുത്ത് താക്കോൽ കൊടുത്തവർക്ക് കുടിയിരിക്കൽ ഞങ്ങളൊക്കെ പോയിനു. അന്ന് ആ കുട്ടി ഹൈസ്കൂളിലായിരുന്നു, ഇന്ന് ആ കുട്ടി ഇവിടെ +1 സയൻസിനാണ്. ഇതുവരെ ആ കുട്ടിക്ക് നല്ലൊരു റൂമില്ലായിരുന്നു. ആദ്യമായിട്ട് നല്ലൊരു വീട്ടിൽ ഇരുന്ന് +1 പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റി. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെങ്ങര ബ്രഹ്മാഷ വീട്ടിൽ നാട്ടിൽ കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടിക്ക് വീടില്ല. അവിടെ സിമെൻറ്റ് പണിക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 10-50 ആൾ പോവും. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ലിൻഡൽ വരെ പണി തീർത്തിട്ട് ഞങ്ങൾ പോരാം. എല്ലാ പണി അങ്ങനെ. ഒരുപാട് ടീമുണ്ട്, നമുക്ക് ഒരുപാട് ടീമുണ്ട്. അത് ഞങ്ങൾ കൊണ്ടോട്ടിയ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടീമുണ്ട്. അതിൽ കുറേ ഡോക്ടർമാർ, പല ആളുകളുണ്ട്, പല വിധത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ ജോലി. ഇപ്പോൾ AO ജ്യേഷ്ഠം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്, നമ്മുടെ AO സാറിൻ്റെ. അങ്ങനെ നമുക്കൊരു സംതൃപ്തി കിട്ടും. അവിടെ പോയാൽ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. അതുപോലെ എല്ലാ മാസവും നമ്മളൊരു 150 പേർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട് എല്ലാ മാസവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ആഗ്രഹം അവിടെയൊക്കെ ചെലവഴിക്കണം എന്നാണ്. നടക്കും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ സഹായിക്കണം. ഞാൻ ഇനി നിങ്ങളുടെ അടുത്തൊക്കെ വരിക ഇതിനു വേണ്ടി പിരിവിനായിട്ടായിരിക്കും. ആ പിരിവിനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാരണം നമ്മളെപ്പോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനും കിടപ്പിലായവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു ഫിസിയോതെറാപ്പി ചെയ്യാനും അയാൾക്ക് ഡയാലിസ് ചെയ്യാനും നിങ്ങൾ സഹായിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ വരും. ഇനി എൻ്റെ പണി അതാണ്, പിരിവ് മാത്രമാണ്, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത്, അധ്യാപകരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ സഹായിക്കണം. ഒരിക്കലും മടക്കരുത്. ഞാൻ ഒരിക്കലും പിരിവിന് പോയിട്ട് ഇന്ന് വരെ എനിക്ക് മടങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ കലാമേളയ്ക്ക് പോകുമ്പോൾ ആശ്രമാഷനൊക്കെ അറിയാം. നമ്മളൊരു 13 ലക്ഷം ഉണ്ടാക്കിയപ്പോൾ എത്ര എളുപ്പം കൊണ്ട് നമുക്ക് കാശ് തരുന്നത് അറിയോ? എല്ലാവരും തരും, ഒരു പേടിയും പേടിക്കേണ്ട. കുറച്ചൊക്കെ നമുക്കും ചിലവാകും, ഉറപ്പാണ്. എന്നാലും എല്ലാവരും നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളൊക്കെ സഹായിക്കണം. അങ്ങനെ ഇനിയുള്ള കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും സാമ്പത്തികവും ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികളും ഇവിടെ പഠിച്ച കുട്ടികളും ഇവിടുത്തെ സഹപ്രവർത്തകരും ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാലയം കേരളത്തിലെയും ഇന്ത്യയിലെയും അമിത മാഷയുടെ സ്വപ്നമാണ് ഇത് ISO അംഗീകാരം കിട്ടുക എന്നുള്ളത്. ISO അംഗീകാരത്തിന് വേണ്ടി അമിത മാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂള് ഏകദേശമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതിൻ്റെ അടുത്തിലേക്കാണ്. നമുക്ക് ISO വാങ്ങിയെടുക്കണം. അതേപോലെ ഗ്രേഡിങ് വരാൻ പോവുകയാണ്. ഭാവിയിൽ ഗ്രേഡിങ് വരും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കോളേജുകൾക്ക് ഗ്രേഡിങ് വരുന്ന മാതിരി സ്കൂളുകൾക്ക് വരാൻ പോകണം. അന്ന് നമുക്കൊക്കെ A++++ കിട്ടണം. അങ്ങനെയൊരു സ്ഥാപനമായിട്ട് ലോകത്തിലൊക്കെ അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് മാറണം. നമ്മുടെ കുട്ടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും എന്നൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് പല ദിവസങ്ങളും വിദേശത്ത് നിന്ന് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലണ്ടനിൽ നിന്ന് വിളിച്ചു, യൂറോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, പല ഭാഗത്തും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നമ്മൾ ഉന്നതിയിലാണ്. നമ്മളെ മക്കൾ ഇനിയുള്ള കുട്ടികളും ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തട്ടെ. ലോകത്തിലെ സയൻറ്റിസ്റ്റുകളും അതുപോലെ IAS കാർ നമുക്കുണ്ട്. സിവിൽ സർവീസ് ഇല്ല എന്നാരോ പറഞ്ഞു, പക്ഷേ ഒരാൾ നമുക്കുണ്ട്. ഈ കേരളത്തിലെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ സിവിൽ സർവീസ് നിർഭാഗ്യം കൊണ്ട് IAS നഷ്ടപ്പെട്ട നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥിയുണ്ട്, പുൽപ്പറ്റ സലാം സാറ്. നമ്മുടെ പഞ്ചായത്ത് ജോലി ചെയ്തു. ഇപ്പോൾ അവൻ കേരളത്തിൽ ഇപ്പം നടന്ന KS ആദ്യ റാങ്കിൽ സ്ഥാനം പിടിക്കുകയും കേരളത്തിൽ ഇപ്പോൾ KS ആയിട്ട് ഭാവിയിൽ IAS കിട്ടാൻ സാധ്യതയുള്ള തസ്തിക എത്തുകയും ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ട, ഇനി നമ്മളെ കുട്ടികളൊക്കെ എത്തിപ്പെടും. നല്ല കുട്ടികളാണ് നമുക്കുള്ളത്. നമ്മളൊരുപാട് മക്കൾ, ഇരിക്കുന്ന മക്കളും ഇവിടെ നിന്ന് ഇല്ലാത്ത മക്കളും ഒക്കെ അവർ പരീക്ഷ ആയതുകൊണ്ടാണ് വരാത്തത്. എന്നോട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റന്നാൾ പരീക്ഷയാണ്, അവർക്ക് 1-ാം തീയതി പരീക്ഷയാണ്. ഒത്തിരി പഠിക്കാനുള്ള കുട്ടികളാണ്. വരരുതെന്ന് പറഞ്ഞിട്ട് വന്നാലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനും ഒന്ന് വെച്ചിട്ടുണ്ട്, പഠിച്ചുകൂടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നാമത് ഞാൻ PTA മീറ്റിംഗ് വെക്കേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ പഠനം മുടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് വേണ്ട. പിന്നെ ഒരുപാട് ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇല്ലാതെ ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ വൈകിയ വേളയിൽ നിങ്ങൾ നൽകിയ ഈ വലിയ യാത്രയപ്പ് ബാക്കി ഇനി സ്റ്റാഫ് മീറ്റിങ്ങിൽ പറയുക. സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, അവിടെ പലതും പറയാനുണ്ട്, അവിടെ വെച്ച് പറയുക. ഇത്രയും വലിയ യാത്രയപ്പ് സമ്മേളനം ഒരുക്കിയ PTA ഭാരവാഹികളെയും സംഘാടകരെയും, പ്രത്യേകിച്ച് മൂസൂട്ടി മാഷ ബോധത്തിലുള്ള സംഘാടകരെയും, സുനിൽ മാഷ സംഘാടകരെയും
എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൻ്റെ കുട്ടികൾക്കും പഠിച്ചവർക്കും അധ്യാപകർക്കും പിരിഞ്ഞു പോയവർക്കും എല്ലാവർക്കും ആരോഗ്യ സൗഖ്യവും എൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന ലത ടീച്ചർക്ക് ഇനിയുള്ള കാലം PhD കിട്ടി ഡോക്ടർ ലത എന്ന് അറിയപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ച് മറ്റുള്ളവർക്ക് സേവിക്കാനുള്ള ഒരു സൗഭാഗ്യം ലത ടീച്ചർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ പ്രാപിച്ചുകൊണ്ട് അതേപോലെ റിട്ടയർ ചെയ്യുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ AO സാർ സലാം സാറിനും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ യാത്ര ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.